ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വേർഡ്സുകളും അതുപോലെ ഫ്രേസുകളുമാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. വേർഡ്സുകൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം, പക്ഷേ ഫ്രേസുകൾ എന്താണെന്ന് പലർക്കും അറിയില്ല. ഫ്രേസ് എന്ന് പറയുന്ന വേർഡിന് മലയാളത്തിൽ വാക്യം എന്നാണ് പറയാം. ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ അടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. എന്ന് പറഞ്ഞ് ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ അടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഫ്രേസിന് വളരെയധികം വാല്യൂ കൊടുക്കുന്ന കാരണം എന്നറിയോ? അതിൻ്റെ കാരണം ഫ്ലുവൻസിയോട് കൂടി സംസാരിക്കാൻ അല്ലെങ്കിൽ ഫ്ലുവൻസി കൊണ്ടുവരാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഫ്രേസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഫ്രേസിനെ സ്നേഹിക്കണം. തീർച്ചയായിട്ടും നമ്മൾ സ്നേഹിക്കുന്നേ വേണം. നമ്മുടെ കയ്യിൽ ഒരുപാട് ഫ്രേസുകൾ ഉണ്ടായിരിക്കണം, വാക്യങ്ങൾ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നന്നായിട്ട് ഫ്ലുവൻസിയോട് കൂടി നമുക്ക് എവിടെയും സംസാരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് അതുപോലെ ഫ്രേസിലേക്ക് കടക്കാം. ഞാൻ ഒന്നുകൂടി പറയാണ്, ഫ്രേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ വേർഡ്സുകൾ അടങ്ങുന്ന ഒരു സെൻറ്റൻസിൻ്റെ ഒരു ഭാഗത്തെയാണ് നമ്മൾ ഫ്രേസ് എന്ന് പറയാം. ഓക്കെ, ഇനി നമ്മൾ പഠിക്കുമ്പോൾ ഒന്നും കൂടി മനസ്സിലാകും കൂടുതൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ വേർഡാണ് ടുഡേ എന്ന് പറയുന്നത്. ടുഡേ എല്ലാവർക്കും അറിയാവുന്നതാണ്. ടുഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന്. ടുഡേ നമ്മൾ പറയാറില്ലേ, ഞാൻ ഇന്ന് നിങ്ങളെ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു ടുഡേ. ഐ വിൽ മീറ്റ് യു ടുഡേ. ഓക്കെ, പറയാറില്ലേ, ഇന്ന് ഞാൻ നിങ്ങളെ കണ്ടോളാം. അതുപോലെ ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞാൽ നാളെ. നാളെ ഞാൻ പറയാണ്, ഇന്ന് എനിക്ക് സമയമില്ല, അപ്പം നാളെ ഞാൻ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു ടുമോറോ. ഐ വിൽ മീറ്റ് യു ടുമോറോ. നാളെ ഞാൻ നിങ്ങളെ കണ്ടോളാം എന്നായി. ക്ലിയർ? അതുപോലെ എസ്റ്റർഡേ, ഇന്നലെ. എന്താണ് എസ്റ്റർഡേ? ഇന്നലെ. ഇന്നലെ ഞാൻ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ എസ്റ്റർഡേ അല്ലെങ്കിൽ ഇന്നലെ ഞാൻ അവിടെ പോയി. എന്താ പറയാം? ഐ വെന്റ് ദെയർ യെസ്റ്റർഡേ. എന്താ പറയാ? ഐ വെന്റ് ദെയർ യെസ്റ്റർഡേ. അപ്പോൾ ഇന്നലെ എന്ന് പറയുന്ന ആ വേർഡ് ഉണ്ടായിരിക്കണം, യെസ്റ്റർഡേ. അടുത്താണ് മൂന്നാമതാണ് നമ്മുടെ ഫ്രേസ്. അതാണ് ദ ഡേ ആഫ്റ്റർ ടുമോറോ. എന്താണ്? ദ ഡേ ആഫ്റ്റർ ടുമോറോ. ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ, അല്ലെ? ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ ശേഷം. ദ ഡേ എന്ന് പറഞ്ഞാലോ അപ്പം നാളേക്ക് ശേഷമുള്ള ദിവസം. എന്താ പറയുക? മറ്റന്നാൾ, അല്ലേ? ദ ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാൾ. ക്ലിയർ? ഇനി അടുത്താണ് ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ, മിനിഞ്ഞാന്ന്. യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ. ബിഫോർ എന്ന് പറഞ്ഞാലോ മുന്നേ. ദ ഡേ എന്ന് പറഞ്ഞാലോ എന്ന് വെച്ചാൽ ഇന്നലേക്ക് മുന്നുള്ള ദിവസം, അല്ലേ? മറ്റന്നാൾ. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്. ഇങ്ങനെ ഞാൻ പറയാണ് മറ്റന്നാൾ. ആഫ്റ്റർ ടുമോറോ എന്ന് പറയാറുണ്ട്. എന്താണ്? ആഫ്റ്റർ ടുമോറോ എന്ന് മാത്രം പറയാറുണ്ട്. ദ ഡേ ആഫ്റ്റർ ടുമോറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്ററായി. അതുപോലെ തന്നെയാണ് മിനിഞ്ഞാന്ന്. അതിന് നമ്മൾ ബിഫോർ യെസ്റ്റർഡേ പറയാറുണ്ട്, തീർച്ചയായും പറയാറുണ്ട്. ദ ഡേ ബിഫോർ യെസ്റ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി ബെറ്ററായി. ക്ലിയർ? ഇനി അടുത്താണ് 2 ദിവസം മുന്നേ. എന്താ പറയുക? 2 ദിവസം മുന്നേ. എങ്ങനെ പറയാ? 2 days ago എന്ന് പറയാം. എഗോ. 2 days ago, 2 ദിവസം മുന്നേ. ഇങ്ങനെ പറയാവുന്നതാണ് 2 days back. എന്താ പറയുക? 2 days back, 2 ദിവസം ബാക്ക്, മുന്നേ എന്ന് പറയാം. അങ്ങനെയും പറയാം. അതുപോലെ 2 days ബിഫോർ എന്ന് പറയരുത്. കാരണം ബിഫോർ എന്ന് ഉപയോഗിക്കുമ്പോൾ ബിഫോർ എന്ന് പറയുന്ന വേർഡ് ഉണ്ടല്ലോ, അത് ഇവിടെയാണ് വരിക. ബിഫോർ 2 days എന്ന് പറയാറുണ്ട്. ബിഫോർ 2 days എന്ന് പറയാം, പക്ഷേ 2 days ബിഫോർ എന്ന് പറയരുത്. ഓക്കെ, എഗോ എന്ന് പറയുന്ന വേർഡ് ലാസ്റ്റാണ് വരിക. 2 days എഗോ, അല്ലാതെ എഗോ 2 days എന്ന് പറയരുത്. അതുപോലെ 2 days ബിഫോർ എന്ന് പറയരുത്. ബിഫോർ 2 days എന്ന് പറയാം. അങ്ങനെ പറയാറുണ്ട്. അതുപോലെ 2 days ബാക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. പക്ഷേ ഏറ്റവും ബെറ്റർ ഏതാണ്? ഇങ്ങനെ പറയുന്നതാണ്, 2 days എഗോ. 2 ദിവസം മുന്നേ ഞാൻ അവിടെ പോയിരുന്നു, അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഞാൻ അവിടെ പോയി. ഐ വെന്റ് ദെയർ 2 days എഗോ. ഇതൊന്നും കൂടി ബെറ്റർ ആയിരുന്നു. ഓക്കെ, അടുത്താണ് രാവിലെ. രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ. രാവിലെ മോർണിംഗ്, ഉച്ചക്ക് ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഈവനിങ്, അങ്ങനെയല്ല പറയേണ്ടത്. രാവിലെ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചേർത്ത് പറയണം. ഇങ്ങനെ ഇൻ ദ മോർണിംഗ് എന്ന് പറയാം. ഇൻ ദ മോർണിംഗ്. കാരണം എഴുതുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും രാവിലെ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന് മോർണിംഗ് എന്ന് മാത്രമല്ല പറയാം, ഇൻ ദ മോർണിംഗ് എന്ന് കൂടെ പറയണം, നിർബന്ധമാണ്. ഇൻ ദ മോർണിംഗ്. ഇൻ ദ മോർണിംഗ്. ഞാൻ രാവിലെ അവിടെ പോകാറുണ്ട്. ഇൻ ദ മോർണിംഗ്. ഐ ഗോ ദെയർ ഇൻ ദ മോർണിംഗ്. എന്താ പറയുക? ഇൻ ദ മോർണിംഗ്. അതുപോലെ ഉച്ചയ്ക്ക് എന്നാണെങ്കിലോ ആഫ്റ്റർനൂൺ മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ ദ ആഫ്റ്റർനൂൺ. വൈകുന്നേരം ഈവനിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഇൻ ദ ഈവനിങ്. ഇതൊക്കെ ഇങ്ങനെ തന്നെ പഠിച്ചു പോവാം.
ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. രാവിലെ ഇൻ ദ മോർണിംഗ് ഫിക്സ്ഡ്, ഉച്ചക്ക് ഇൻ ദ ആഫ്റ്റർനൂൺ, വൈകുന്നേരം ഇൻ ദ ഈവനിങ്. ഓക്കെ, ഇനി ഞാൻ പറയാണ് ഇന്ന് രാവിലെ. അപ്പൊ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ചിന്തിക്കരുത്, ഇന്ന് ടുഡേ ആണല്ലോ, രാവിലെ മോർണിംഗ് ആണല്ലോ, അപ്പോൾ ഇന്ന് രാവിലെ ടുഡേ മോർണിംഗ് അല്ലേ? ടുഡേ മോർണിംഗ് തീർച്ചയായിട്ടും ടുഡേ മോർണിംഗ്. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോഴും എഴുതുമ്പോഴും ടുഡേ മോർണിംഗ് എന്ന് പറയാറുമില്ല, എഴുതാറുമില്ല. നമ്മളെപ്പോഴും ദിസ് മോർണിംഗ് എന്നാണ് പറയാറ്, ദിസ് മോർണിംഗ്. അപ്പൊ ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ദിസ് മോർണിംഗ് എന്ന് പറയാം. ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞു വെക്കുക, പറഞ്ഞ് പഠിച്ചു വെക്കുക. ദിസ് മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ. ഇനി ഞാൻ പറയുകയാണ് ഇന്ന് ഉച്ചക്കോ, അപ്പൊ ടുഡേ ഇന്ന് ഉച്ചക്ക്, ആഫ്റ്റർനൂൺ ടുഡേ ആഫ്റ്റർനൂൺ ഇന്ന് ഉച്ചക്ക്. തീർച്ചയായിട്ടും പക്ഷെ നമ്മൾ അങ്ങനെ പറയാറില്ല. നമ്മൾ എന്താ പറയാറുള്ളത്? ദിസ് ആഫ്റ്റർനൂൺ, ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ, ദിസ് ആഫ്റ്റർനൂൺ ഇന്ന് ഉച്ചക്ക്. അപ്പൊ ഇന്ന് വൈകുന്നേരം ആണെങ്കിലോ ദിസ് ഈവനിങ് എന്താ പറയാ? ദിസ് ഈവനിങ് എന്നാ പറയാ. ഓക്കെ, ക്ലിയർ? ഇനി രാവിലെ എന്ന് മാത്രമാണെങ്കിലോ മോർണിംഗ് എന്ന് പറഞ്ഞാൽ പോരാ, അവിടെ ഇൻ ദ മോർണിംഗ് എന്ന് പറയണം. അപ്പൊ അതും ക്ലിയർ ആയല്ലോ? തീർച്ചയായിട്ടും ദിസ് മോർണിംഗ് ഇന്ന് രാവിലെ. ഇനി അടുത്താണ് നാളെ രാവിലെ എന്ന് പറയണം. നാളെ രാവിലെ. അപ്പൊ നാളെ രാവിലെ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ടുമോറോ മോർണിംഗ് എന്ന് പറയാം. എന്താ പറയാ? ടുമോറോ മോർണിംഗ്, നാളെ രാവിലെ. ഐ വിൽ മീറ്റ് യു ടുമോറോ മോർണിംഗ്. നാളെ രാവിലെ ഞാൻ നിങ്ങൾ കണ്ടോളാം. ഐ വിൽ മീറ്റ് യു, അല്ലെങ്കിൽ ഐ വിൽ ടോക്ക് ടു യു, എക്സ്ക്യൂസ് മീ, ഐ വിൽ ടോക്ക് ടു യു ടുമോറോ മോർണിംഗ്. ഞാൻ നാളെ രാവിലെ നിങ്ങളോട് സംസാരിച്ചോളാം എന്നായി. ഓക്കെ, ഇനി അടുത്താണ് എന്ത്? ഞായറാഴ്ച രാവിലെ എന്ന് പറയണം. അപ്പോൾ ഏതെങ്കിലും, ഇപ്പോൾ ഞായറാഴ്ച ആയിക്കോട്ടെ, തിങ്കളാഴ്ച ആയിക്കോട്ടെ, ചൊവ്വാഴ്ച ആയിക്കോട്ടെ, ഏതെങ്കിലും ആയിക്കോട്ടെ, ആ ഒരു ദിവസത്തിൻ്റെ രാവിലെ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ആദ്യം ഏത് ദിവസമാണെന്ന് പറയുക. ഇപ്പോൾ ഞാൻ പറയുകയാണ് ഞായറാഴ്ച രാവിലെ എന്ന് പറയുമ്പോൾ ആദ്യം സൺഡേ എന്നാണ്, സൺഡേ. അത് കഴിഞ്ഞാൽ മോർണിംഗ്, ഞായറാഴ്ച രാവിലെ സൺഡേ മോർണിംഗ്. സൺഡേ മോർണിംഗ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, കാരണം ദിവസമല്ലേ, മൺഡേ, സൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ദിവസത്തിൻ്റെ മുന്നേ ഓൺ ചേർക്കണമെന്നുണ്ട്. ഓൺ സൺഡേ എന്ന് പറയാം. സൺഡേ എന്ന് മാത്രമല്ല, ഓൺ സൺഡേ, ഓൺ മൺഡേ. അപ്പം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ഫ്രേസാണ് ഓൺ സൺഡേ മോർണിംഗ്, ഞായറാഴ്ച രാവിലെ, ഓൺ സൺഡേ മോർണിംഗ്. ഇനി ഞാൻ പറയാണ് തിങ്കളാഴ്ച ഉച്ചക്ക്. അപ്പം പറയാം, അപ്പം തിങ്കളാഴ്ച മൺഡേ, ഉച്ചക്ക് ആഫ്റ്റർനൂൺ, മൺഡേ ആഫ്റ്റർനൂൺ. അപ്പോൾ മൺഡേ ആഫ്റ്റർനൂൺ മാത്രം പറഞ്ഞാൽ പോരാ, ഓൺ മൺഡേ ആഫ്റ്റർനൂൺ എന്ന് പറയാം. ഇനി ഞാൻ പറയാണ് വെള്ളിയാഴ്ച രാത്രി. അപ്പോൾ വെള്ളിയാഴ്ച ഫ്രൈഡേ, ഓക്കെ, അത് ഓക്കെയാണ്. രാത്രി നൈറ്റ്, അപ്പോൾ രണ്ടും കൂടി ഫ്രൈഡേ നൈറ്റ്. ഓക്കെ ആണല്ലോ? പക്ഷെ ഓക്കെ അല്ല, ഫ്രൈഡേ ഡേൻ്റെ മുന്നേ ഓൺ ചേർക്കണം. അപ്പോൾ എന്തായി? ഓൺ ഫ്രൈഡേ നൈറ്റ്, ഓൺ ഫ്രൈഡേ നൈറ്റ്. ഓക്കെ, ഇനി അടുത്താണ് എന്ത്? രാത്രി. രാത്രി എന്ന് പറയാം അറ്റ് നൈറ്റ് എന്നാണ് പറയാം. രാത്രിക്ക് അറ്റ് നൈറ്റ്. ഓക്കെ, അപ്പോൾ ഇന്ന് രാത്രി ആണെങ്കിലോ, അപ്പോൾ ഇന്ന് രാത്രിക്ക് ദിസ് നൈറ്റ് എന്ന് പറയരുത്, എന്ത് പറയണം? ടു നൈറ്റ് എന്ന് പറയാം. എന്താ പറയാ? ടു നൈറ്റ്. അടുത്താണ് ലാസ്റ്റ് നൈറ്റ്. എന്താ പറയാ? ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ രാത്രി. എന്താ പറയാ? കഴിഞ്ഞ രാത്രി, ലാസ്റ്റ് നൈറ്റ്. ലാസ്റ്റ് ചേർക്കുക. ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ എന്നർത്ഥം. ഓക്കെ, ഇനി ഞാൻ പറയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച. അപ്പം എന്താ പറയാ? ലാസ്റ്റ് ഫ്രൈഡേ, ലാസ്റ്റ് ഫ്രൈഡേ. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോൾ അവിടെ എന്ത് ചേർക്കണമെന്ന് പറയുമോ? ലാസ്റ്റ് ഫ്രൈഡേ. അപ്പം ഇവിടെ ഒരു സംശയം വരാൻ സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ സാറേ, ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേ ആണെങ്കിലും മൺഡേ ആണെങ്കിലും ഡേൻ്റെ മുന്നേ ഓൺ ചേർക്കാമല്ലോ. ഓൺ ഫ്രൈഡേ സാറ് പറഞ്ഞു, ഓൺ ഫ്രൈഡേ, ഓൺ സൺഡേ, ഓൺ മൺഡേ. പക്ഷെ നമ്മൾ ഇവിടെ ഒരു വേർഡ് എക്സ്ട്രാ ചേർത്തല്ലോ. ഏതാണ്? ലാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓൺ ചേർക്കണ്ട, ഓൺ ഒഴിവാക്കിയിട്ട് അവിടെ ചേർക്കുക, ലാസ്റ്റ് ചേർക്കുക. ലാസ്റ്റ് ഫ്രൈഡേ, ലാസ്റ്റ് മൺഡേ, കഴിഞ്ഞ ആഴ്ച, ലാസ്റ്റ് വീക്ക്, കഴിഞ്ഞ മാസം, ലാസ്റ്റ് മന്ത്. ഓക്കെ, അങ്ങനെയാണ് പറയാം. ക്ലിയർ? അപ്പം അത് ക്ലിയർ. ഇനി അടുത്ത പ്രധാനപ്പെട്ട നമ്മുടെ ഫ്രേസ് ആണ് എവ്രി സിംഗിൾ ഡേ. എന്താണ്? എവ്രി സിംഗിൾ ഡേ. എവ്രി സിംഗിൾ ഡേ എന്ന് പറഞ്ഞാൽ എന്താ പറയുക? ഓരോ ദിവസവും എന്നാണ്. ഓരോ ദിവസവും. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ ഓരോ ദിവസവും പാർക്കിൽ നടക്കാറുണ്ട്. അപ്പോൾ ഐ വാക്ക് ഇൻ ദ പാർക്ക് എവ്രി സിംഗിൾ ഡേ. എവ്രി സിംഗിൾ ഡേ. ഓക്കെ, അപ്പോൾ സെൻറ്റൻസിൻ്റെ ലാസ്റ്റ് നമ്മൾ എവ്രി സിംഗിൾ ഡേ എന്ന് ചേർക്കുകയാണെങ്കിൽ, സെൻറ്റൻസ് നമ്മൾ എവ്രി സിംഗിൾ ഡേ ചേർക്കുകയാണെങ്കിൽ ആ ഒരു സെൻറ്റൻസ് വളരെ അധികം ബെറ്റർ ആവും, നന്നായിരിക്കും. ഓക്കെ, അടുത്താണ് ഓൺ ദ വേ. ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ വഴിയിൽ എന്നർത്ഥം. ഓൺ ദ വേ, വഴിയിൽ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഒരു ഫോണൊക്കെ വീഴുകയാണെങ്കിൽ നമ്മൾ എടുത്ത് പറയും, എവിടെയാണ്? അല്ല, ഞാനിപ്പോൾ വഴിയിലാട്ടോ, ഞാനിപ്പോൾ വഴിയിലാണ്. അല്ലെങ്കിൽ ഞാനിപ്പോൾ മാർക്കറ്റിലേക്ക് പോകുന്ന വഴിയിലാണ്, ഞാൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ്, ഞാൻ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. അങ്ങനെ വഴിയിലാണെന്ന് പറയുമ്പോൾ എന്താ പറയുക?
ഓൺ ദ വേ എന്ന് പറയാം. ഓൺ ദ വേ. ഹലോ, ഐ ആം ഓൺ ദ വേ. ഐ ആം ഓൺ ദ വേ എന്ന് പറഞ്ഞാൽ ഞാൻ വഴിയിലാണ്. ഐ ആം ഓൺ ദ വേ ടു ദ മാർക്കറ്റ്. ഞാൻ മാർക്കറ്റിലേക്കുള്ള വഴിയിലാണ്. ഐ ആം ഓൺ ദ വേ ടു സ്കൂൾ. ഞാൻ സ്കൂളിലേക്കുള്ള വഴിയിലാണ്. അടുത്താണ് നടന്ന്. ഓൺ ഫുട്ട്. ഓൺ ഫുട്ട്. ഞാൻ നടന്നാണ് മാർക്കറ്റിലേക്ക് പോകാറുള്ളത് എന്ന് പറഞ്ഞു. ഐ ഗോ ടു മാർക്കറ്റ്. ഐ ഗോ ടു ദ മാർക്കറ്റ് ഓൺ ഫുട്ട്. ഐ ഗോ ടു സ്കൂൾ ഓൺ ഫുട്ട്. ഞാൻ നടന്നാണ് സ്കൂളിലേക്ക് പോകാറുള്ളത്. ഓക്കെ, ക്ലിയർ? അപ്പം എന്താ പറയുക, നടന്ന് എന്ന് പറയുമ്പോൾ ഓൺ ഫുഡ് എന്ന് പറയാം, ബൈ ഫുഡ് എന്ന് പറയരുത്. ബൈ ഫുട്ടോ അല്ലെങ്കിൽ വിത്ത് ഫുട്ടോ അവിടെ ഒന്നും ചേർക്കരുത്, ഓൺ തന്നെ ചേർക്കണം. ഓൺ ഫുഡ്, നടന്ന്. ഇതിങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രേസാണ്, അതുകൊണ്ടാണ് അതിങ്ങനെ തന്നെ ജസ്റ്റ് പറഞ്ഞ് അല്ലെങ്കിൽ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്താണ് ഓൺ ദ ഫോൺ. ഫോണിൽ. എന്താണ് ഓൺ ദ ഫോൺ? ഫോണിൽ. ഇപ്പം ഞാൻ പറയാണ്, ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഞാൻ ഫോണിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറയണം. അപ്പം ഞാൻ ഫോണിലാണെന്ന് പറയാം, ഐ ആം ഓൺ ദ ഫോൺ. ഐ ആം ഓൺ ദ ഫോൺ. മൈ ഫാദർ ഈസ് ഓൺ ദ ഫോൺ. എൻ്റെ ഫാദർ ഫോണിലാണ് എന്നാണ്. എൻ്റെ ഫാദർ ഫോണിലാണ് എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഫോണിലാണെന്ന് പറയുമ്പോൾ ഫോൺ ഓപ്പൺ ആക്കിയിട്ട് അവിടെ ഇരിക്കുകയാണോ? അല്ലല്ലോ, അല്ല. ഐ എം ഓൺ ദ ഫോൺ. ഷീസ് ഓൺ ദ ഫോൺ. മൈ ഫാദർ ഈസ് ഓൺ ദ ഫോൺ നൗ. എൻ്റെ ഫാദർ ഇപ്പോൾ ഫോണിലാണ് എന്ന് വെച്ചാൽ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അർത്ഥം. ഓക്കെ, ഓൺ ദ ഫോൺ എന്നാണ് പറയാം, ഫോണിൽ. അതാണ് എല്ലാ നിമിഷവും എന്ന് പറയാം, എവ്രി മൊമെന്റ്. എവ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എന്നായി അല്ലേ. അതുപോലെ മൊമെന്റ് എന്ന് പറഞ്ഞാലോ നിമിഷം. എല്ലാ നിമിഷവും, എവ്രി മൊമെന്റ്. ഞാൻ പറയാണ്, എല്ലാ നിമിഷവും ഞാൻ നിങ്ങളെ ഓർക്കാറുണ്ട്. ഐ റിമെമ്പർ യു എവ്രി മൊമെന്റ്. എവ്രി മൊമെന്റ്. ഇനി അടുത്താണ് എവ്രി ടൈം. എവ്രി ടൈം. എവ്രി ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തവണയും എന്നർത്ഥം. എല്ലാ തവണയും, എവ്രി ടൈം ഉണ്ടോ? എവ്രി എന്ന് പറഞ്ഞാൽ എല്ലാ, ടൈം എന്ന് പറഞ്ഞാൽ തവണ എന്നാണ്. എവ്രി ടൈം, എല്ലാ തവണയും. ഓക്കെ, ഇനി അടുത്താണ് ഓൾ ദ ടൈം. ഓൾ ദ ടൈം എന്ന് പറഞ്ഞാലോ എല്ലാ സമയവും എന്നായി. എല്ലാ സമയവും, ഓൾ ദ ടൈം. ഓൾ ദ ടൈം. അപ്പോൾ എല്ലാ തവണയും, എവ്രി ടൈം, എല്ലാ സമയവും, ഓൾ ദ ടൈം. അടുത്താണ് ഡേ ഇൻ ഡേ ഔട്ട്. ഡേ ഇൻ ഡേ ഔട്ട്. രാവും പകലും. ഡേ ഇൻ ഡേ ഔട്ട്. രാവും പകലും. ഇപ്പം ഞാൻ പറയുന്നത്, എൻ്റെ ഫാദർ രാവും പകലും ജോലി ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോൾ മൈ ഫാദർ വർക്ക്സ്. മൈ ഫാദർ വർക്ക്സ് ഡേ ഇൻ ഡേ ഔട്ട്. എൻ്റെ ഫാദർ, എൻ്റെ അച്ഛൻ രാവും പകലും വർക്ക് ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ജോലി ചെയ്യാറുണ്ട് എന്നായി. ഇനി അടുത്താണ് ആഫ്റ്റർ എ വൈൽ. ആഫ്റ്റർ എ വൈൽ. കുറച്ച് സമയം അല്ലെങ്കിൽ കുറച്ച് നേരം. ഇപ്പം ഞാൻ പറയാണ്, എക്സ്ക്യൂസ് മീ, പ്ലീസ് സിറ്റ് ഹിയർ. പ്ലീസ് സിറ്റ് ഹിയർ ഫോർ എ വൈൽ. കുറച്ച് നേരം ഇവിടെ ഇരിക്കൂ. കുറച്ച് നേരം ഇവിടെ ഇരിക്കൂ. അല്ലെങ്കിൽ പറയാണ്, എക്സ്ക്യൂസ് മീ, പ്ലീസ് വെയിറ്റ്. പ്ലീസ് വെയിറ്റ്. ദയവായി കാത്തു നിൽക്കൂ. ദയവായി കാത്തു നിൽക്കൂ ഫോർ എ വൈൽ. കുറച്ച് നേരം. ക്ലിയർ? അടുത്താണ് ഫ്രം നൗ ഓൺ. ഇനി മുതൽ. ഫ്രം നൗ ഓൺ. ഇനി മുതൽ എന്നായി. ഫ്രം നൗ ഓൺ, ഇനി മുതൽ. ഇനി മുതൽ ഞാൻ അവിടെ പോകില്ല. ഐ വിൽ നോട്ട് ഗോ ദെയർ. ഐ വിൽ നോട്ട് ഗോ ദെയർ ഫ്രം നൗ ഓൺ. ഇനി മുതൽ ഞാൻ അവിടെ പോവില്ല. കൺഫേം. ഓക്കെ, ഫ്രം നൗ ഓൺ. ഇനി അടുത്ത നമ്മുടെ രസകരമായ ഒരു ഫ്രേസ് ആണ് കം വാട്ട് മേ എന്ന് പറഞ്ഞത്. കം വാട്ട് മേ. കം വാട്ട് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും എന്നർത്ഥം. നമ്മൾ ഈ ഒരു കം വാട്ട് മേ എന്ന് പറയുന്ന ഫ്രേസിന്റെ ഓരോ വേർഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ മീനിങ് വേറെയാണ്. കണ്ടോ? കം എന്ന് പറഞ്ഞാൽ വരിക. വാട്ട് എന്ന് പറഞ്ഞാലോ എന്ത്. മേ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധ്യതയെ കാണിക്കൂല, അവിടെ മേ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇത് മൂന്നിൻ്റെയും യഥാർത്ഥ മീനിങ് വെച്ച് നോക്കുകയാണെങ്കിൽ അല്ലേ ഡിഫറെൻ്റ് ആണ്. പക്ഷേ കംഫോർട്ട് എന്ന് പറയുന്ന ഈ ഒരു 3 വേർഡ്സുകൾ അടങ്ങിക്കഴിഞ്ഞാൽ, ചേർത്ത് കഴിഞ്ഞാൽ അതൊരു ഫ്രേസായി മാറും, അതൊരു വാക്കായി മാറും. അത് അതുപോലെ തന്നെ ജസ്റ്റ് ഫിക്സ് ആക്കി വെച്ചിരിക്കുന്ന ഒരു ഫ്രേസാണ്. അത് അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം. അങ്ങനെ കം വാട്ട് മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ സംഭവിച്ചാലും, കം വാട്ട് മേ, എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ അച്ചീവ് മൈ ഗോൾ. ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും അല്ലേ. ഐ വിൽ അച്ചീവ് മൈ ഗോൾ. കം വാട്ട് മേ എന്ന് ആദ്യം പറയാം. കം വാട്ട് മേ, എന്തൊക്കെ സംഭവിച്ചാലും ഐ വിൽ ഗോ ദെയർ, ഞാൻ അവിടെ പോകും. ഇനി അടുത്താണ് അറ്റ് എനി കോസ്റ്റ്. എന്താ പറയുക? അറ്റ് എനി കോസ്റ്റ്. അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തും നടത്തും. എന്ത് വില കൊടുത്തും. അറ്റ് എനി കോസ്റ്റ് ഐ വിൽ ബൈ ദാറ്റ് ഹൗസ്. ഞാൻ ആ വീട് വാങ്ങും. അറ്റ് എനി കോസ്റ്റ്, എന്ത് വില കൊടുത്തും ഞാൻ അത് വാങ്ങും. എന്ത് വില കൊടുത്തും ഞാൻ അവനെ രക്ഷിക്കും. ഐ വിൽ സേവ് ഹിം അറ്റ് എനി കോസ്റ്റ്. ഓക്കെ, അപ്പൊ അറ്റ് എനി കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വില കൊടുത്തും എന്നാണ് അർത്ഥം. അടുത്താണ് വളരെ രസകരമായ മറ്റൊരു ഫ്രേസ് ആണ് എന്ത്? ബിലീവ് ഓർ നോട്ട്. ബിലീവ് ഓർ നോട്ട്. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പറയല്ലേ, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ എൻ്റെ ലക്ഷ്യം നേടിയിരിക്കും, നേടും.
അപ്പോൾ ആദ്യം പറയാം ബിലീവ് ഓർ നോട്ട് ഐ വിൽ അച്ചീവ് മൈ ഗോൾ. ആദ്യം എന്താ പറയാ? ബിലീവ് ഓർ നോട്ട്, വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. ഇനി നമ്മുടെ ഇന്നത്തെ ഫ്രേസുകളിലെ ലാസ്റ്റ് വൺ ആണ് എന്താണ്? സൂണർ ഓർ ലേറ്റർ. എന്താ പറയാ? സൂണർ ഓർ ലേറ്റർ. ഇത് വളരെ രസകരമായ സംഭവമാണ്. സൂണർ ഓർ ലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നല്ലെങ്കിൽ നാളെ, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എടാ നിനക്കെല്ലാം മനസ്സിലാവും, ഇന്നല്ലെങ്കിൽ നാളെ അവനക്കെല്ലാം മനസ്സിലാകും, അതുപോലെ അല്ലേ? അപ്പം ഇന്നല്ലെങ്കിൽ നാളെ എന്ന് പറയുമ്പോൾ മലയാളം നമ്മൾ അങ്ങനെ വെക്കാൻ പാടില്ല. അങ്ങനെ ഇന്നല്ലെങ്കിൽ ടുഡേ ഓർ ടുമോറോ അങ്ങനെ പറയരുത്. അത് പറയുന്നത് എന്ത് വേണമെന്ന് പറയുമോ? സൂണർ ഓർ ലേറ്റർ എന്ന് പറയാം. സൂണർ ഓർ ലേറ്റർ, ഇന്നല്ലെങ്കിൽ നാളെ. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കുറച്ച് ഫ്രേസുകളാണ്. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ബുക്കിൽ പേജ് നമ്പർ 18, 19, 20 18 മുതൽ അങ്ങോട്ട് ഫ്രേസാണ്. അപ്പോൾ നിങ്ങൾ ശരിക്കും ഫ്രേസിനെ സ്നേഹിക്കണം, സ്നേഹിച്ച് കൊല്ലണം. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചാൽ മതി. നിങ്ങൾ ഒരേ ഫ്രേസുകൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നിങ്ങളറിയാതെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പഠിയും. കാണാപ്പാഠം പഠിക്കരുതെന്നല്ല പറയുന്നത്. കാണാപ്പാഠം പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മറക്കും. പക്ഷേ നമ്മൾ ഒരേ ഫ്രേസുകൾ അല്ലെങ്കിൽ ഒരേ സംഭവം നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും പറയുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി പഠിയും. അങ്ങനെ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മൾ പറയേണ്ടടുത്ത് വരികയുള്ളൂ.